ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങനെ ഒരു ലോവർ ബണ്ണ് ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യാത്തതാണ്. സോ ഇന്ന് ഞാൻ വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയ ഒരു ലോവർ ബണ്ണും ഈ ഒരു അടിപൊളി ഇയർ റിങ്സ്, അതുപോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. ഇങ്ങനെ ഒരു സാരിയും ഇങ്ങനെ ഒരു ബ്ലൗസും, ഈ ടോട്ടൽ മേക്കപ്പ് ലുക്ക് ഞാൻ വെറൈറ്റി ലുക്ക്, ഒരു സൗത്ത് ഇന്ത്യൻ മേക്കപ്പ് ലുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഫൈനൽ ലുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സാരി മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞാൻ ഇവിടെ സെന്റർ പാർട്ടീഷനാണ് എടുത്തു കൊടുക്കുന്നത്. ലൈക്ക് ദിസ് ലോവർ ബണ്ണ് കെട്ടി കൊടുക്കാം. ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ലോവർ ബണ്ണൊന്നും കെട്ടാറില്ല. ബട്ട് ഐ ഡോണ്ട് നോ ഇതെനിക്ക് സ്യൂട്ട് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ബൺ വെച്ച് കെട്ടി സെറ്റാക്കി കൊടുക്കുകയാണ്. ആക്ച്വലി എനിക്ക് അറിയില്ല വെദർ ഇറ്റ് ഈസ് മാച്ചബിൾ ഫോർ മീ ഓർ നോട്ട്. അങ്ങനെ ഞാൻ ബൺ ഹെയർ സ്റ്റൈൽ കെട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ കമ്മലാണ് ഞാൻ ഇന്ന് വിയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു കമ്മൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലൈറ്റർ, ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കൺസീലർ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീലർ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബൈ യൂസിങ് ദിസ് മേക്കപ്പ് സ്പഞ്ച്. ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബനാന പൗഡറാണ് എടുക്കുന്നത്. അതാണ് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചെറിയ ഐ ഷാഡോ പാലറ്റാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു ലൈറ്റർ ഷെയ്ഡ്. ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ടോട്ടൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. യു ഹാവ് ടു ബ്ലെൻഡ് യുവർ മേക്കപ്പ് ആസ് വെൽ ആസ് യു ക്യാൻ. സോ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ കണ്ണിൻ്റെ എൻഡിലായിട്ട് കണ്ണിൻ്റെ എൻഡിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ദിസ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിന് നമുക്ക് ഈ ഒരു ക്രീസ് ഏരിയയിലോട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവിടെ മാത്രം മതി. ഇതുപോലെ തന്നെ എഗെയിൻ ഞാൻ ഇപ്പുറത്തെ കണ്ണിലും ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഏരിയയിൽ മാത്രം, ഫുൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കണ്ണിൻ്റെ ഒരു പോപ്പപ്പ് ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. കണ്ണിൻ്റെ നടുവിലായിട്ട് ജസ്റ്റ് ലൈക്ക് ദിസ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, നടുവിൽ മാത്രം, സെൻറ്റർ പാർട്ടിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഐബ്രോ പാലറ്റ് വെച്ചിട്ടാണ് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ല് ചെയ്യുന്നില്ല, കുറച്ച് ഈ എൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ, ഐബ്രോസ് വരയ്ക്കുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ് പോർഷനിൽ നിന്ന് നിങ്ങൾ ഡാർക്കായിട്ട് വരച്ച് കൊടുക്കരുത്. ഈ ഒരു എൻഡ് പോർഷനിൽ ഫസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇനി ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ, എൻഡ് പോർഷനിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു ഓരോരോ സ്ട്രോക്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം അത് കൂടുതൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ ജസ്റ്റ് ഒരു എൻഹാൻസ്മെൻറ്റ്, ലൈറ്ററായിട്ട്. കൂടുതൽ പ്രോഡക്റ്റ് ഞാൻ എടുക്കില്ല. ആ സെയിം പ്രോഡക്റ്റ്, നേരത്തെ എടുത്ത സെയിം പ്രോഡക്റ്റ് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് 2-3 സ്ട്രോക്സ് വരച്ചു കൊടുക്കും. അപ്പം ഓക്കെ, ഞാൻ ഇത്ര മാത്രമേ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ഐലൈനർ വരച്ച് കൊടുക്കുവാണ്. സോ കണ്ണിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തു. ലൈക്ക് ദിസ്. ഇപ്പുറത്തെ കണ്ണിലും ഞാനൊന്ന് എഴുതി കൊടുത്തു. ഈ ഐലൈനർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു ഐലാഷ് കേളർ യൂസ് ചെയ്ത് എൻ്റെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു കർവ് ഉണ്ടാവുകയും അതിൻ്റെ പരമായിട്ട് നമ്മൾ ഈ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് കണ്ണ് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഉയരം താഴോട്ടും വരയ്ക്കും. അങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു കണ്ടോ, ആ ഒരു ഐലാഷ് കേളർ യൂസ് ചെയ്തുകൊണ്ടാണ് കൺപീലി നല്ല വിടർന്ന് നിൽക്കുന്നത്. ഞാൻ അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ട്രിക്ക് പറഞ്ഞുതരാം. നേരത്തെ എടുത്ത ആ ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുക്കുക. ഒരു ഐബ്രോസ് ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എൻഡിലായിട്ട്, അതായത് ഈ ഒരു പാർട്ടിൽ നമ്മളൊന്ന് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഇതൊന്ന് പോപ്പപ്പായി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാനിന്ന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പകരം ഞാൻ ഇത് ഏകദേശം കഴിയാറായി. ഇതിൽ നിന്ന് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് എവിടെയൊക്കെയാണോ
ഡാർക്ക് സ്പോട്ട് ഉള്ളത് അവിടെയൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ചെയ്ത് ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കറക്റ്റ് ഷെയ്ഡായിട്ടുള്ളൊരു കൺസീലർ എടുത്തിട്ട് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്ത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു കൺസീലർ കൊണ്ട് അതൊന്ന് കവർ ചെയ്യാം. സോ എൻ്റെ കണ്ണിൻ്റെ അതിൽ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സെറ്റാക്കി കൊടുക്കുന്നത് നമുക്ക് കൈ മതിയല്ലോ. കൈ ഉണ്ടെങ്കിൽ കൈ ഉണ്ടെങ്കിലല്ല, കൈ ഉണ്ടല്ലോ എല്ലാവർക്കും. ദൈവം നമുക്ക് എല്ലാവർക്കും കൈ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ധൈര്യമായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ എൻ്റെ ഫേസ് ഫുൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അഗെയിൻ ഞാൻ ഈ ബനാന പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മാറ്റ് ലുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ യൂഷ്വലി എനിക്കിഷ്ടം നല്ല മാറ്റ് ലുക്കാണ്. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ദാറ്റ് ഈസ് ഈ ഒരു ബ്ലഷ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓവർ, അത് ആ ഒരു കളറാണ്, അത് ഓവർ അല്ല ആക്ച്വലി. ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫേവറേറ്റ് ലിപ്പ് ലൈനറാണ് ആക്ച്വലി. നിങ്ങളതിൻ്റെ കുറേ വീഡിയോസിൽ ഈ ഒരു ലിപ്പ് ലൈനർ തന്നെ കണ്ടതാണ്. ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം യു ഹാവ് ടു അപ്ലൈ ലിപ്സ്റ്റിക് ബൈ യൂസിങ് എ ബ്രഷ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇത് കുറച്ചുകൂടെ ഒരു ഫിനിഷിങ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ തന്നെ ഞാനൊരു ലിപ് ഗ്ലോസ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് സാധാരണ ലിപ് ഗ്ലോസ് ചേരില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബട്ട് നമുക്ക് ഇന്ന് നോക്കാം. വെറൈറ്റി ആയിട്ട് ഞാൻ ഒന്ന് ലിപ്സ് ഗ്ലോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ദേ പൊട്ടും വെച്ച് കൊടുത്തു. സോ ഗൈസ്, നമ്മുടെ ഫേസ് മേക്കപ്പ് എങ്ങനെയുണ്ട്? ഐബ്രോസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഐ മേക്കപ്പ്. ഇനി ഞാൻ മറ്റൊരു ഹാക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള കൺസീലർ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാൻ ഇവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഒരു നല്ലൊരു ഗ്ലോ പോലെ നിങ്ങൾക്കൊരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈലൈറ്റർ ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹാക്കാണ്. നിങ്ങളൊരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹൈലൈറ്ററിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു അടിപൊളി ലുക്കും ഒരു പോപ്പപ്പ് ലുക്കും നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ പോയി സാരി കൂടെ ഉടുത്തിട്ട് വരാം. സോ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കൂടുതൽ ഓവറായിട്ട് അക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലുക്ക് കുറച്ചുകൂടെ ക്രിഞ്ച് ആവാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ ലുക്ക് മിനിമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ ഒരു ഇയർ റിങ്സ് കൊടുത്തത് കൊണ്ട് ഞാൻ നോർമലി ഇടുന്ന ഒരു കുഞ്ഞുമാല, പിന്നെ വരുന്നത് ഈ ഒരു വളയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.